പേരും നല്ല വിശിഷ്ട രത്നങ്ങളാകുന്നതായ പാർവതി, സീത, രാധ എന്നിവരുടെ അമ്മമാരായി അവരുടെ ഒരു ഭാഗ്യം എന്ന് പറയാം. ഹിമവാന്റെ മുകളിൽ പരമശിവൻ തപസ്സിരിക്കുന്ന കാലത്ത് പാർവതി ദേവി ഹിമവാന്റെ പുത്രിയായിട്ട് അവതരിച്ചിരിക്കുന്നു. പാർവതി ദേവിയുടെ നക്ഷത്രം എന്താ അറിയോ നിങ്ങൾക്ക്? മകീരം നക്ഷത്രം. പെൺകുട്ടികൾക്ക് മകീരം നക്ഷത്രം വളരെ നല്ലതാ. മകീരം നക്ഷത്രത്തിലുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാല് ഐശ്വര്യങ്ങൾ ഒരുപാടുണ്ട് അത്രേ. ഭർത്താവിന് എല്ലാ കാര്യങ്ങൾക്കും അവര് വളരെ സഹായിയാവുമെന്നാണ് പറയുന്നത്. ഏതായാലും ഹിമവാന്റെ മുകളിൽ ഇരിക്കുന്നതായ പരമശിവനെ ഹിമവാൻ എന്ന് പറയുന്ന രാജാവ് തന്റെ കൊട്ടാരവാസികളോട് ദിവസവും ചൂടുവെള്ളം കൊടുത്ത് കുളിപ്പിക്കാനും ഭഗവാനെ വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുക്കാനും ഭഗവാന് വേണ്ട അലങ്കാരങ്ങളൊക്കെ ചെയ്യാനും ഭഗവാന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പാർവതി ദേവി 4 വയസ്സുകാലത്ത് ഹിമവാൻ തന്റെ ഈശ്വരനായ പരമശിവനെ തൊഴാനായിട്ട് മലയുടെ മുകളിൽ ഇരിക്കുന്നതായ പരമശിവനെ തൊഴാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹിമവാൻ പോകും. എന്നിട്ട് ചോദിക്കും, ഭഗവാനെ കൃത്യസമയത്ത് ചുടുവെള്ളം കിട്ടുന്നുണ്ടോ? ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ? നല്ലപോലെ വിശ്രമിക്കാൻ പറ്റുന്നുണ്ടോ? വേറെന്തെങ്കിലും സൗകര്യ കുറവുണ്ടോ? എന്തെങ്കിലും വേണമോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴ് പരമശിവൻ പറയും, ഹിമവാൻ ഒരു കുഴപ്പമില്ല, സുഖമായി പോണു, അങ്ങ് പൊക്കോളുന്ന. ഒരു ദിവസം ഹിമവാൻ പരമശിവനെ കാണാനായിട്ട് പോകുമ്പോ 4 വയസ്സുള്ള പാർവതി ദേവി കരയാൻ തുടങ്ങി, എനിക്കും അച്ഛന്റെ കൂടെ പോകണമെന്ന്. അങ്ങനെ ഹിമവാന്റെ അരികിലേക്ക് ഹിമവാൻ പരമശിവനെ തൊഴാൻ പോകുമ്പോ പാർവതി ദേവി ശാഠ്യം പിടിച്ച് അച്ഛന്റെ കയ്യിൽ കേറി. ഹിമവാൻ കുട്ടിയെടുത്താണ് പരമശിവന്റെ അരികിലേക്ക് എത്തിയത്. പരമശിവന്റെ മുന്നിൽ ചെന്ന് ഹിമവാൻ നിൽക്കുമ്പോഴേക്കും പരമശിവൻ കണ്ണു തുറന്നു. തപസ്സായിരുന്നു. കണ്ണു തുറന്ന് നല്ലവണ്ണം ഒന്ന് നോക്കിയിട്ട് ഹിമവാന്റെ കയ്യിലിരിക്കുന്നതായ പാർവതി ദേവി കൊച്ചുകുട്ടിയാ. നോക്കിയിട്ട് പറയാം, ഇവളെന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഇവള് മഹാമായയാണ്. ഈ മായയിൽ കുടുങ്ങിയാൽ കഴിഞ്ഞു കഥ. ഇന്നു മുതൽ ഇവളെ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു അത്രേ. ഇത് കേട്ടപ്പോ പാർവതി ദേവി കളകളാന്ന് ചിരിച്ചു അത്രേ. കൊച്ചുകുട്ടി കാലിലെ പാദസരം കാലിൽ നിന്ന് ഇളക്കിയിട്ട് അച്ഛന്റെ മടിയിൽ നിന്ന് കയ്യിൽ നിന്ന് ഊർന്നിറങ്ങി അത്രേ. അച്ഛൻ പറഞ്ഞു, മകളെ ഒതുങ്ങിയിരിക്കണട്ടോ, ഭഗവാനാണ്, ശബ്ദം ഉണ്ടാക്കണ്ടോ എന്ന് പറഞ്ഞ് കുട്ടിയെ ഉപദേശിച്ചു അത്രേ. കുനിഞ്ഞു നിന്നു. അപ്പോ പാർവതി ദേവി ഭഗവാനെ തൊഴുതിട്ട് ഭഗവാനോട് പറയാ, ഭഗവാനെ ഞാനാണ് മായ എന്ന് പഠിക്കലാണ് ഭക്തി. മായയെ ജയിക്കാനാണ് ഈ തപസ്. ഇനിയിപ്പോ തപസ്സിന്റെ കാര്യമൊന്നുമില്ല. ഞാൻ മായയാണെന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയും. മായയെ ജയിക്കാനുള്ള തപസ് വേണ്ട. എന്നെ മനസ്സിലാക്കിയില്ലേ? പരമശിവൻ ഒന്നിങ്ങനെ നോക്കിയപ്പോ പാർവതി ദേവി വീണ്ടും പറഞ്ഞു അത്രേ, ഇതിനകത്ത് ഷോക്ക് ഉണ്ട് അല്ലേ? ഇതിനകത്ത് ഇലക്ട്രിസിറ്റിന്റെ തൊട്ട ഷോക്ക് അടിക്കും. പക്ഷെ ഇപ്പൊ ഷോക്ക് അടിക്കാത്തത് എന്താ? അതിനെ കവർ ചെയ്തിട്ടുണ്ട് ഒരു സാധനം കൊണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 2 അടുപ്പുണ്ട്. ഒരടുപ്പിലെ തീയെ മറ്റൊരടുപ്പിലേക്ക് ഞങ്ങൾ പകരുമ്പോഴ് കൈയോണ്ട് എടുക്കില്ല, കയ്യിലോണ്ട് കോരിയിടും. പൊള്ളുന്നതിനെയും ഷോക്കടിക്കുന്നതിനെയും ഒക്കെ മാറ്റി നിർത്താൻ അറിഞ്ഞാ പോരെ, അല്ലാതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ? ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഉപദേശം പരമശിവന് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോഴേ ഭഗവാൻ മായയിൽ കുടുങ്ങി. ഭഗവാൻ പറഞ്ഞു അത്രേ, കുഴപ്പമില്ല, നീ പോന്നേക്ക്, വന്നോളൂ, ദിവസം വന്ന് തൊഴുതോളൂ, ഒരു കുഴപ്പമില്ല. പാർവതി ദേവി ദിനം പ്രതി വളരുന്ന പ്രായം. പരമശിവൻ വെല്ലുവിളിച്ചതാണ് വരാനായിട്ട്. ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ? എല്ലാ ദിവസവും ഭഗവാന് പല പലഹാരങ്ങളും കൊടുക്കും. ഓരോ പലഹാരത്തിലും കൈവശമൊക്കെ ഇട്ടു അത്രേ ഭഗവാനെ സ്വാധീനിക്കാൻ. അതുമാത്രല്ല,
വശീകരണ യന്ത്രമാണത്രേ കഴുത്തിൽ കെട്ടിയിരിക്കുന്നത്. ഭഗവാന് തന്നോട് പ്രേമം തോന്നാൻ ഇതൊക്കെ വെച്ച് കെട്ടി കാലത്ത് പോയി തൊഴുകാൻ പോയാൽ വൈകുന്നേരം 5 മണിയായാലും അവൾ അവിടുന്ന് വരുന്നില്ല. പരമശിവനെ കുളിപ്പിക്കാനുള്ള ചുടുവെള്ളം തോഴിമാരും കൊണ്ടുവന്ന് കൊടുക്കും. മുമ്പ് ആണുങ്ങളാ പോയത്. ഇപ്പൊ ദേവി എന്താ പറയുന്നറിയോ? വെള്ളം ഇവിടെ കൊണ്ട് തരും, ഞാൻ കുളിപ്പിക്കാം എന്ന്. ഭഗവാന്റെ ശരീരത്തിൽ പാക തേച്ചും എണ്ണ തേച്ചും കുളിപ്പിച്ചും ഒരുപാട് നേരം ഇവള് തൊട്ട് രസിക്കുന്നത് കണ്ടു. ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഭഗവാനോട് നിത്യവും ചേഷ്ടകൾ കൂട്ടി 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 വന്ന് പാർവതി ഭഗവാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഭഗവാൻ ഒരു ദിവസം അല്പം ചിരിയോടുകൂടി തന്നെ പറഞ്ഞു, ഹേ ദേവി, നിന്റെ മനസ്സില് വിഷയവിരക്തി ഒഴിയാത്തിടത്തോളം കാലം ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല. ഇത് കേട്ടപ്പോ പാർവതി ദേവിക്ക് കാര്യം മനസ്സിലായി. വേണ്ടാത്തതൊക്കെ കൊണ്ട് ചേർന്ന് ചെലുത്തി അയാളുടെ മനസ്സിൽ ഇപ്പൊ എന്തായാലും അയാൾ പറഞ്ഞുവല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യാം? പാർവതി ആലോചിച്ചു. പാർവതി കൊട്ടാരത്തിലേക്ക് വരുമ്പോ കൊട്ടാരത്തിൽ ഒരുപാട് ആളുകൾ വന്ന് പരമശിവനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ പാർവതി പരമശിവനെ കല്യാണം കഴിച്ചൊരു കുഞ്ഞുണ്ടായാൽ അവൻ തന്നെ വധിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അയാൾ ഈ പരമാകൻ എന്താ കാരണം? പാർവതി ദേവിയുടെ മനസ്സിൽ നിന്ന് വിഷയവിരക്തി വന്നാൽ പിന്നെന്തിനാ കല്യാണം, അല്ലേ? അപ്പോ ഇങ്ങനെയാണ് പരമശിവൻ പറയുന്നത്, ഭഗവാന് വിഷയത്തിനോട് താല്പര്യമില്ല. അപ്പൊ പാർവതി ദേവി കുടുങ്ങി. പക്ഷെ ദേവന്മാര് പറഞ്ഞു, കാമദേവനെ വിളിച്ച് പാർവതി ദേവി പരമശിവന്റെ അരികിലേക്ക് പോകുമ്പോ ഒരു കാമബാണം പ്രയോഗിച്ചാൽ പരമശിവൻ അതിന് കുത്തനെ വീഴും. കാരണം എന്താ? കാമബാണം ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചതും കാമബാണം ഉണ്ടാക്കിയതുമൊക്കെ പരമശിവന്റെ നിർദ്ദേശപ്രകാരമാണ്. കാമദേവനും രതിദേവിയെയും ചെന്ന് ദേവന്മാര് കണ്ട് നിർബന്ധിച്ചു. ആദ്യമൊക്കെ കാമദേവൻ എതിർത്തെങ്കിലും, കാരണം എന്താ? പോയ തല പോകും. എന്താ കാരണം? എപ്പോഴാണോ കാമദേവൻ കാമബാണം ബ്രഹ്മാവിന്റെ നേർക്ക് പ്രയോഗിച്ചത്, അന്ന് പ്രയോഗിച്ചു നോക്കിയില്ലേ ശക്തി ഉണ്ടോന്ന്? അപ്പൊ ബ്രഹ്മാവ് ശപിച്ചു. എന്താ പറഞ്ഞറിയോ? പരമശിവന്റെ 3-ാം തൃക്കണ്ണ് തുറന്ന് നീ അതിൽ ഭസ്മമാവട്ടെ എന്ന് നേരത്തെ ശാപം വാങ്ങി വെച്ചിട്ടുണ്ട്. പരമശിവന്റെ അരികിലേക്ക് ഞാനില്ല എന്ന് ആദ്യമൊക്കെ പറഞ്ഞെങ്കിലും ധനത്തെ കുറിച്ച് 5-ഓ 6-ഓ തലമുറയ്ക്കുള്ളത് തരാമെന്ന് കേട്ടപ്പോ ദേവന്മാർക്ക് അയാൾ വഴങ്ങി. കാമദേവൻ കാമാശ്രമത്തിൽ ചെന്ന് താമസിച്ചു. രാമായണത്തിൽ പറയും കാമാശ്രമത്തിൽ ഇരുന്നു എന്ന് പറയും, സിദ്ധാശ്രമത്തിൽ ഇരുന്നു എന്ന് പറയും രാമൻ. അപ്പൊ കാമാശ്രമം എന്നുള്ളത് പാർവതീദേവി പരമശിവന്റെ മുന്നിൽ പോകുമ്പോ പരമശിവന്റെ നേർക്ക് കാമാസ്ത്രം അയക്കുന്നതിന് കാമദേവൻ ഒരു പർണശാല കെട്ടി താമസിച്ചിരുന്നു. ആ പർണശാലയുടെ പേരാണ് കാമാശ്രമം. ഏതായാലും അവിടെ പറ്റിയിരുന്ന് ഇങ്ങനെ നോക്കുക. ദേവി ഒരു ദിവസം ഭഗവാന്റെ മുന്നിലെത്തി. അങ്ങനെ എത്തിയപ്പോൾ ഭഗവാന്റെ മുന്നിൽ ഭഗവാനെയൊക്കെ കുളിപ്പിച്ച് ഭഗവാന് പലഹാരങ്ങളൊക്കെ വിളമ്പി. അങ്ങനെ വിളമ്പുന്ന സന്ദർഭത്തില് വളരെ അനുനയത്തില് ചെറിയ ശബ്ദത്തില് ആ ഭഗവാനെ ഭക്തി പുരസരം പാർവതി ദേവി ഭഗവാനെ എന്ന് വിളിക്കുകയുണ്ടായി. അപ്പോഴാണ് ഭഗവാൻ പതുക്കെ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോഴല്ലേ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി തന്റെ മുന്നിൽ നിൽക്കുന്നതായ പാർവതി ദേവിയെ ഇപ്പൊ കണ്ടപ്പോഴ് ഭഗവാന്റെ ഉള്ളില് ഇത്രയും സൗന്ദര്യമോ ഇവൾക്ക് എന്ന് മനസ്സിൽ തോന്നി. പാർവതിയോട് പെട്ടെന്ന് തന്നെ മാനസികമായ മാറ്റം, അതെന്താണ് ഉണ്ടാവാൻ കാരണമെന്ന് ഭഗവാൻ അപ്പൊ തന്നെ ചിന്തിച്ചു. അപ്പോഴിങ്ങനെ നോക്കുമ്പോഴാണ് ചുറ്റുഭാഗവും പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു ദൈമാവു പൂക്കുന്ന ശോകം. സകല വൃക്ഷങ്ങളും ചെടികളും പൂക്കളിട്ടിരിക്കുന്നു. സകല ജീവജാലങ്ങളും ഇണചേരാനായിട്ട് പ്രേമത്തോടു കൂടി മുന്നിലും പിന്നിലുമായിട്ട് ഇങ്ങനെയൊക്കെ ഓടുന്നു. അപ്പോഴാണ്
ഇങ്ങനെ ഇപ്പൊ സംഭവിക്കാൻ എന്താ കാരണം? വസന്തമല്ലല്ലോ എന്ന് ചിന്തിച്ച് നോക്കുമ്പോ വേറൊരു മരത്തിന്റെ പിന്നിലേക്ക് കാമദേവൻ തല വലിക്കുന്നത് കണ്ടോ?